മുണ്ടിലുണ്ട് നിക്കറിലില്ല. ഇതിപ്പോ ആകെപ്പെട്ടല്ലേ. ഇത് കട്ട് കട്ട് ചെയ്യാൻ പാടില്ല, ഇത് കൂട്ടിക്കണം. പ്രാസം കറക്റ്റ് ആയിട്ട് ഒപ്പിച്ചു. അർത്ഥമില്ലെങ്കിലും റിവ്യൂ പോകുമ്പൊന്നും വേണ്ട നമുക്ക് കേട്ടോ. നമ്മുടെ പടം ഇറങ്ങുമ്പോൾ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ കാണും. ആരുടെയും റിവ്യൂ കണ്ടിട്ട് പോകാനുള്ള നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത്. ബെറ്റർ ആവണം നമ്മുടെ പെർഫോമൻസിലും സെലക്ഷനിലും എന്നൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ ശരിയോ ചിലപ്പോൾ ശരിയോ. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിറങ്ങിയ ആളാണ്. അവിടെ വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല. അല്ല, പണിയൊക്കെ വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നിയപ്പോ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടിട്ടില്ല അല്ലേ അരെ ഞങ്ങളുടെ ചേച്ചീനെ. ഇല്ലെങ്കിൽ പിള്ളേത്തെ കള്ളം പറയാൻ പുറത്താണ്. ഇതിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറുപടികളും ആ ചോദ്യവുമാണ് ഇതിനൊരു സ്പേസ് ഉണ്ട്. പെർഫെക്റ്റ്. ഓക്കെ, ഇതിന്റെ അപ്പുറത്തൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ പോവും. ഇത് ഇവിടെ നിർത്തണം. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. താങ്ക് യു. എന്താണ് കുറേയായി നമ്മൾ കണ്ടിട്ട്. നാളെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഒന്ന് വന്ന ആ ഫ്ലാറ്റിൽ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അന്ന് ഞാൻ വന്നിരുന്നു. തുടങ്ങിയ ദിവസം എന്തായാലും ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ അല്ലേ തലവൻ. എന്താണ് ആളുകൾ പ്രതീക്ഷിക്കേണ്ടത് മുന്നിൽ നിന്നും? തലവൻ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അപ്പോൾ അത് ഈ പറയുന്ന പ്രേക്ഷകർക്ക് എക്കാലവും എപ്പോഴും ഇഷ്ടമുള്ള ഒരു കൂട്ടുകെട്ടാണ് ബിജു മേനോൻ, ആസിഫ് അലി എന്ന് പറയുന്ന കൂട്ടുകെട്ട്. അപ്പോൾ ആ കൂട്ടുകെട്ടിൽ എത്രത്തോളം ഭംഗിയായിട്ട് അത് ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറയുക, കൃത്യമായിട്ടുള്ള പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റോറിയാണ്. പോലീസ് സ്റ്റോറികൾ ഒത്തിരി സ്റ്റോറികൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സ്റ്റോറി ഏത് രീതിക്കായിരിക്കും എന്നുള്ള പ്രതീക്ഷ പ്രേക്ഷകർ സിനിമ കണ്ട് തന്നെ തീരുമാനിക്കും. ബിച്ചേട്ടാണെങ്കിൽ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, ആസിഫാണെങ്കിൽ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. ഇവർ തന്നെ വേണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്താനാ കാര്യം. അങ്ങനെയല്ല, ഇപ്പം നമുക്ക് ഓരോ കഥയും നമുക്ക് കൺസീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന മുഖങ്ങളുണ്ടല്ലോ, അവരെ തേടി ചെല്ലുക. പിന്നെ അവരും കൂടെ കേട്ട് നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെന്റ് അവർക്കൂടെ തോന്നുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ആദ്യം ആസിഫിനോട് പറഞ്ഞു, ആസിഫിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ക്യാരക്ടറാണ് ഇപ്പുറത്ത് വിജുവേട്ടൻ ചെയ്തിരിക്കുന്നത്. വിജുവേട്ടൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഞങ്ങൾക്ക് എല്ലാവരും പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അതേ എക്സൈറ്റ്മെന്റ് വിജുവേട്ടനും തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ സംഭവിക്കുന്നത്. പിന്നെ അതിൻ്റെ എന്താ പറയുക, ഇവർക്ക് എല്ലാവർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു ത്രില്ല് തന്നെയായിരുന്നു ഇതിൻ്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ എഴുതിയ സംഭാഷണങ്ങൾ ഇവർ പറയുന്നു, ഇവർ ആ കഥാപാത്രമായി പെർഫോം ചെയ്യുന്നു, അത് തൊട്ടടുത്തുനിന്ന് കാണുന്നു, അത് സിനിമയാകുന്നു, അത് ഇപ്പോൾ ആൾക്കാരിലേക്ക് എത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ചിന്തിക്കുമ്പോൾ അതിരാലി ചിന്തിക്കുന്ന പോലെ തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആണ്. വിജയേട്ടാ, ഇപ്പം ഗരുഡനാണ് ഒരു പോലീസ് വേഷത്തിൽ വന്ന് ആളുകളെ അമ്പരിപ്പിച്ചു പോയ ഒരു കഥാപാത്രമായിരുന്നു താങ്കൾ. കട്ട് ചെയ്യാൻ പാടില്ല, ഇത് കൂട്ടിക്കണം. എന്റെ തെറ്റാണ്. ആസിഫിന്റെ കൂടെ നിക്കില്ല. ആസിഫെ താല്പര്യമുള്ളൊരു വാക്കാണ്. സിനിമയുടെ പേര് അല്ല, അത് ഞാൻ എന്ത് തോന്നുന്നു ഇത്രയും ആലോചിച്ചിട്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അഭിഷേടം തന്നെ ഒരുപാട് കണ്ടിട്ടുള്ള. അതെ, എന്റെ പൊന്നി ഇതിപ്പോ ആകെപ്പെട്ടല്ലേ. മുണ്ടിലുണ്ട് നിക്കറിലില്ല. ചുണ്ടിലുണ്ട് കാലിലില്ല. പോലീസ് വേഷങ്ങൾ ഒത്തിരി പടം എനിക്കിഷ്ടപ്പെട്ട പോലീസ് വേഷം എന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ കൂടെയുള്ള അയ്യപ്പനും കോശി തന്നെയാണ്. അതിനുശേഷമുള്ള സിനിമകൾ വെച്ച് പോലീസ് വേഷങ്ങൾ ചെയ്യും തോറും നമ്മൾ ഒരേ വേഷങ്ങൾ ചെയ്യുകയാണല്ലോ. പോലീസ് വേഷം അതിൽ വേഷം വ്യത്യസ്തമാണ്. പക്ഷെ ഇതിൽ ആസിഫ് അലിയും നിങ്ങളും 2 പോലീസ് ഓഫീസർമാരായിട്ട് വരാം. നിങ്ങൾ അതിനകത്ത് ഡയലോഗിൽ തന്നെ പറയുന്നുണ്ട് ആരാണ് എന്നുള്ള ഡയലോഗുണ്ട്. ആരാണ് തലവൻ എന്ന ചോദ്യത്തിന് സിനിമ കണ്ട് തന്നെ തീരുമാനിക്കണം. ഒരു മാറ്റമില്ല. എങ്കിലും എനിക്കൊരാഗ്രഹം, ആരായിരിക്കും തലവൻ? എനിക്കൊരാഗ്രഹം. ഞാൻ കൊടുക്കുന്നില്ല, എങ്കിലും ഞാൻ കൊടുക്കുന്നില്ല. മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടൊരു അല്ലേ. അല്ല, ഞാൻ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇതായാലും എന്നെ പറയുന്നുണ്ട്. ആൾക്കാർ കണ്ട് തീരുമാനിക്കണ്ടാണ്. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൂടെ ഒരു തലവനായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഒരു കഥയും അതിൻ്റെ ഒരുപാട് മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരെയാണ് എൻ്റെ ടൈറ്റിൽ.
പടം കണ്ട് തീരുമാനിക്കുക. പിന്നെ ഈ പോലീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല പോലീസ് ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നും അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ വേഷപ്പകർച്ച എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വേഷം മാത്രമാണ് നമ്മളുടെ പോലീസ് യൂണിഫോം, പക്ഷേ അല്ലേ കഥയും കാര്യങ്ങളും വെവ്വേറെയാണ് വരുന്നത്. ഈ കുറേ പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും നമുക്കൊരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ തോന്നുന്നത് ആ കഥയോടും ആ സിനിമയോടുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ബുക്ക് ചെയ്യിച്ചും എനിക്ക് ഇഷ്ടം തോന്നിയായിട്ടുള്ളൊരു കഥയും അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് അതിന്. ഒരു അബ്സല്യൂട്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ആക്ച്വലി മൂവി. ചെയ്യുന്തോറും അടുത്ത സീൻ എന്താണ് നമുക്ക് അഭിനയിക്കുന്നത് നമുക്ക് തന്നെ ഒരു ആകാംക്ഷ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തോന്നിയിരുന്ന അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരേ സീൻ കണ്ടു കഴിയുമ്പോൾ നമുക്കും ഒരു ആകാംക്ഷ വരണം. ആ രീതിക്ക് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ തോന്നിയപ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഓർഡറിലാണ് ഷൂട്ട് ചെയ്ത് പോയത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമുക്ക് ഒരു ഗ്രാഫ് അറിയായിരുന്നു. അപ്പോൾ ഈ ആസിഫ് അലിയുമായിട്ടാണല്ലോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലുള്ള സീനുകളും അന്വേഷണത്തിനാണെങ്കിലും ആസിഫ് അലിയുമായിട്ടുള്ള സീനുകളാണ് നിങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു അന്വേഷണത്തിന് പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ, പോലീസ് സ്റ്റോറി ആസിഫ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ അന്വേഷണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത്തരമൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാധാ പോലീസുകാരെ നമ്മൾ ഓർത്തെടുത്തിരുന്നു. അതൊന്നും ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കാൻ സമയം കിട്ടില്ല. നമ്മൾ വരുന്നു ഇന്നത്തെ സീൻ പറയുന്നത് നമ്മൾ ആദ്യമേ സിനിമയ്ക്ക് ഷൂട്ടിന് മുമ്പൊക്കെ നമ്മൾ ആലോചിക്കുന്നതായിരിക്കും എങ്ങനെയാണെന്നൊക്കെ അതിന് മുമ്പ് ആലോചിക്കണം. ഷൂട്ട് സമയത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സീൻ വരുന്നു, അതിൻ്റെ ആ സ്ഥലത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നു, വേണ്ട ക്യാരക്ടേഴ്സായിട്ട് അവർ പറയുന്ന ഡയലോഗ്സായിട്ട് ചെയ്യുന്നു. അതാ കഥയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റർ സംസാരിക്കുക എന്നല്ലാതെ നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും കേട്ടൊരു സാധനമൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു കഥയുണ്ട്, അതിൻ്റെ പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൻ്റെ ഡയലോഗ്സ് ഉണ്ട്, എടുക്കാനൊരു സംവിധായകനുണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ അഭിനയിക്കുക എന്നേ ഉള്ളൂ. നമ്മുടെ കുറവുകളും വേണ്ടതുമെല്ലാം അവർ കമാൻഡ് ടീം നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു തരും, മീൻസ് നമ്മൾ ചെയ്യാനേ ഉള്ളൂ. അല്ല നമ്മളായിട്ടൊരു സാധനം പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അതിലൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ആഡ് ഓൺ ടിപ്സൊക്കെ ഉണ്ടാവും. അത് അഭിനയിക്കുന്ന സമയത്ത് നല്ലതാണെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. നമ്മൾ പറയാറുണ്ടല്ലോ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്താൽ കൊള്ളാം എന്ന് നമുക്ക് തോന്നുന്നത് നമുക്ക് പറയാം. അത് പറയാൻ വീടുള്ള സെറ്റുകളിൽ നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമ്മളെല്ലാം സംസാരിക്കും, വേണ്ട ജിസ് എടുക്കും, വേണ്ടാത്ത നമ്മൾ മാറ്റി വയ്ക്കും. സിനിമ അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് അസുബ ഈ പറഞ്ഞതുപോലെ ബിജേട്ടനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, ഒരു നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട്, അതുപോലെ ജിസ്ജോയി ആയിട്ടുള്ള കൂട്ടുകൾ, നിങ്ങൾ രണ്ടുപേരും ജിസ്ജോയി ഏത് സിനിമ എടുത്താലും ആസിഫ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു മാറ്റവും വന്നിട്ടില്ല. അതെങ്ങനെയാണ് പിടിച്ചിങ്ങനെ ഇരിക്കുവാണോ അതോ ജിസ് ഇങ്ങനെ പിടിച്ചിരിക്കുവാണോ? അല്ല, അത് ഒരു സൗഹൃദം വലുതാണ്. അതെ, സൗഹൃദം വലുതാണ് തീർച്ചയായിട്ടും. പിന്നെ നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അതൊരു സംവിധായകനായാലും നടനായാലും നമ്മൾ നല്ല സിനിമകളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചേ ഉള്ളൂ. അത് ജിസൻ്റെ അടുത്തൊരു പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത സ്ക്രിപ്റ്റുകൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്, ഞാൻ റെഫർ ചെയ്ത് സ്ക്രിപ്റ്റുകൾ ജിസ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ച സിനിമകൾ മാത്രമാണ് ഈ കൂട്ടുകെട്ടിൽ അറിയപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങൾ വേണ്ടാന്ന് വെച്ച സിനിമകൾ ഒരുപാടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സുഹൃത്തുക്കളുടെ കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു സുഖമുണ്ടല്ലോ. അതിപ്പോൾ ഈ ബീച്ചറിനായിട്ട് സിനിമ ചെയ്യുമ്പോഴും ജിസിൻ്റെ കൂടെ സിനിമ ചെയ്യുമ്പോഴും അരുണിൻ്റെ കൂടെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്കൊരു നമ്മുടേതായ ഒരു കംഫർട്ട് സോൺ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ റിപ്പീറ്റീവായിട്ട് സിനിമകൾ വരുന്നത്. 30 വർഷമായി സിനിമയിൽ നിൽക്കുകയാണ് ബീച്ചേട്ടൻ. ഇന്ന് നമ്മൾ കേക്ക് വേറെ മുറിച്ചിരുന്നൂടെ 30 വർഷമായിട്ട് സിനിമയില്ല. ആ ബീച്ചേട്ടനിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി എന്തൊക്കെയാണ് ആസിഫിന് കിട്ടുന്നത്? കൂടെ ഉള്ളവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെക്കുക, അത് എല്ലാ രീതിയിലും അതൊരു എന്താ പറയുക, ഒരു നമ്മളൊരു സീൻ ചെയ്യുവാണെങ്കിൽ ആ കൂടെ നിൽക്കുന്നവരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി ആ സീനിന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യും. അത് ബീച്ചേട്ടൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. ഒരിക്കലും ബീച്ചേട്ടൻ്റെ സെറ്റിൽ ഒരു സ്ട്രേഞ്ചർ ഇല്ല. ബീച്ചേട്ടൻ എല്ലാവരോടും സംസാരിക്കും, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും. ഇപ്പം ഞാൻ ഓർഡിനറി ചെയ്യുമ്പോഴാണ് ഞാൻ അത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഓർഡിനറി ചെയ്യുമ്പോൾ ബിജു മേനോൻ എന്ന് പറഞ്ഞൊരു സീനിയർ ആക്ടറിൻ്റെ കൂടെയാണ് ഞാൻ സിനിമ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ സിനിമയിൽ അത്രയും നന്നായിട്ട് എൻ്റെ ഒരു ഇതിൽ അത് നന്നായി ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എന്നെ കംഫർട്ടബിൾ ആക്കിയിരുന്നു. ഇപ്പം തലവൻ വരെയുള്ള സിനിമകളുടെ ഇടയിൽ ഞങ്ങൾ 4-5 സിനിമകളോളം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് സിനിമ എടുത്ത് നമ്മൾ നോക്കിയാലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ബീച്ചറിന് എനിക്ക് തന്നുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നത്. ഈ പോലീസ് വേഷങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബീച്ചോട് പോലീസ് വേഷങ്ങൾ ഒത്തിരി ഉണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി സിനിമകൾ വന്നു പോയിട്ടുണ്ട്. നമ്മൾ പ്രേക്ഷകർ പലതും വിചാരിക്കുന്നു, ഒരു ടീസറും ട്രെയിലറും കാണുമ്പോൾ നമ്മൾ പലതും വിചാരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് എവിടെ എത്തിപ്പെടുമെന്നുള്ളൊരു ആകാംക്ഷ സിനിമ കണ്ടുകൊണ്ടിരിക്കും തോറും നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാവും. അതെ, ഉറപ്പായിട്ടും. അത് തന്നെയാണ് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ ഞങ്ങളെല്ലാവരും മുന്നോട്ട് വന്നതും. ഇപ്പം നമ്മൾ ന്യൂസിൽ തന്നെ നമ്മൾ എന്തോരം ക്രൈംസ് കാണുന്നു ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച എടുത്ത് നോക്കുമ്പോൾ
കൊലപാതകം തന്നെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് സിനിമയും പല രീതിയിൽ. എൻ്റെ നമ്മൾ പറയുന്ന കഥയുടെ ഒരു ഐഡിയ സിമിലർ ആയിരിക്കും, പക്ഷെ അതിന് ഓരോ രീതിയിലുള്ള മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഇതിലും എനിക്ക് തോന്നുന്നത്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു രീതിയാണ് ഈ സിനിമയോട് ഞാൻ ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ളൊരു കാരണം. ഇത് അവസാനം വരെ മനുഷ്യനെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയിട്ട് അവസാനം കൊണ്ടൊന്ന് റിവീൽ ചെയ്ത് സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ ഈ സ്ക്രിപ്റ്റിന് പറ്റും എന്ന് തോന്നുന്നു എൻ്റെ ജഡ്ജ്മെന്റിൽ. അങ്ങനെ തന്നെയാണ് ഈ സിനിമയ്ക്ക് കൈ കൊടുക്കുന്നത്. യെസ്, ഒരു സൗഹൃദത്തിനപ്പുറം നമ്മൾ സബ്ജക്റ്റ് നല്ലതായിരിക്കണം ഒന്ന്. ഉറപ്പായിട്ടും സൗഹൃദത്തിന് വേണ്ടി സിനിമകൾ ചെയ്തിരുന്ന ഒരു സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സിനിമയുടെ വിജയമാണ് നമ്മളുടെ എല്ലാവരുടെയും മുന്നോട്ടുള്ള യാത്ര സുഖകരമാക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സൗഹൃദത്തിനേക്കാൾ വലുത് സിനിമയ്ക്ക് തന്നെയാണ്. നല്ല സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ സൗഹൃദം കുറച്ച് കൂടുതലും കൂടെ സ്ട്രോങ് ആവും. തീർച്ചയായിട്ടും. ഒരു മാധ്യമപ്രവർത്തനം ഇവിടം വരെ എത്തി നിൽക്കുകയാണ് അല്ലേ? എത്രയോ സിനിമകൾ പ്രൊഡ്യൂസ്, നടനാണ്, ആങ്കറാണ്, ന്യൂസ് റീഡർ ഉണ്ട്, സിനിമാ നിരൂപകനായിരുന്നു അല്ലേ? എല്ലാ മേഖലയും കൈവിട്ടിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തലവനിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? ഇത്തരമൊരു സബ്ജക്റ്റ് ജിസു എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തോന്നണമെങ്കിൽ ഒരു കാരണം ഉണ്ടാകണമല്ലോ. ജിസിനുള്ള വിശ്വാസവും സ്ക്രിപ്റ്റിനുള്ള വിശ്വാസവും രണ്ടുമുണ്ട്. 50-50 രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ജിസ് എന്ന സംവിധായകനിലും വിശ്വാസമുണ്ട്, ആ സബ്ജക്റ്റിലും അത്ര തന്നെ വിശ്വാസം വന്നു. അത് കേട്ട് കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും ആ രണ്ട് ഘടകങ്ങളോട് ഒരുമിച്ച് വന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. ഇവർ രണ്ടുപേരുമാണെന്ന് ആദ്യം തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചാണല്ലോ നിങ്ങൾ തുടങ്ങുന്നത്. അതെ 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 അതുണ്ട് ഉറപ്പായിട്ടും. അതിപ്പം അല്ല, ബേസിക്കലി സ്ക്രിപ്റ്റ് പേപ്പറിലുള്ളത് നന്നാവുക എന്നുള്ളതാണ് സിനിമ വർക്കൗട്ട് ആവുന്നത്. പിന്നെ അത് ഡയറക്ടർ എത്രത്തോളം ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ആക്ടേഴ്സ് എന്ന് പറയുന്ന സ്പേസിലേക്ക് എത്തുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം രണ്ടുപേരും എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് അതിലൊരു സംശയം തോന്നേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ബീച്ചേട്ടൻ പോലീസ് വേഷങ്ങളെ കുറിച്ച് പറയുന്നു. എത്ര തന്നെ ഇത് കണ്ടപ്പം അയ്യപ്പനും കോശിയും കണ്ടപ്പം ബീച്ചേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് അതാന്ന് തോന്നി. നമ്മൾ അതിനു മുമ്പ് പല സിനിമകൾ പത്രം വന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഓരോ സിനിമകൾ കഴിയുമ്പോഴും ഇപ്പോൾ പോലീസ് വേഷമാണെങ്കിൽ പോലും നമുക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും അതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്. ആക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ അത്തരത്തിൽ ഒരു 30 വർഷമായിട്ട് ഇങ്ങനെ നമ്മളെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഇതാണ്. അതായത് നമുക്കതൊരു തീർച്ചയായിട്ടും ഈ സിനിമയിലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. വെള്ളിമുങ്ങിയിലാണെങ്കിൽ വേറെ കഥാപാത്രം, ചെയ്യാത്ത കഥാപാത്രം ഏതാണ് ബീച്ചേട്ടുള്ളത്? ഇനിയുണ്ടല്ലോ കുറെ ആഗ്രഹങ്ങൾ ബാക്കിയാണ് അല്ലേ? പിന്നെ തുടക്കമല്ലേ? തുടക്കോ? അസിഫ കേട്ടില്ല, തുടക്കമാണ്. പിന്നെ അങ്ങനെ വേണം. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ലേ നമുക്ക് ഓരോന്നും നമ്മളുടെ ആദ്യ സിനിമയാണ് നമ്മുടെ തുടക്കം. അത് പുതിയൊരു ദിവസം ആരംഭം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങില്ലേ? 30 വയസ്സ് വരെ ഹൈദരാബാദിൽ ആരിലും അറിയുമായിരുന്നു. അങ്ങനെ വിരൽ കൊണ്ടിട്ട് നിർത്തിയാൽ എനിക്കറിയായിരുന്നു. വളരെ നേരത്തെ അറിയായിരുന്നു. അങ്ങനെ ഒരു തൊടുപുഴക്കാരാണ് നാട്ടുകാർ. അതെ 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 അതെ. ആ സ്നേഹം എപ്പോഴും ഉണ്ട് ഇല്ലേ? പിന്നെ പേടിപ്പിച്ച് ചോദിച്ചോലെ. അല്ല, നമുക്ക് ബന്ധങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത്, സൗഹൃദങ്ങളാണല്ലോ. ഇപ്പം നേരത്തെ ആസിഫ് പറഞ്ഞ സൗഹൃദങ്ങൾ മുഖ്യമായി നമ്മൾ കാണണം. ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ സൗഹൃദത്തിലാണല്ലോ എല്ലാം ഉണ്ടാവുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കഥ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ സിനിമയിലേക്ക് വരുന്നതെന്ന്. ഒന്നത് ഈ ആഡ് ഫിലിം ചെയ്യാൻ പോകുന്നതുകൊണ്ട് സിനിമ ചെയ്യൽ വളരെ കുറവാണ്. എന്തിനാണ് എത്രയും സമയങ്ങൾ എടുക്കുന്നതെന്ന് ചിന്തിക്കുന്നുള്ളൂ? നമുക്കൊരു സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള സമയം അത്രയും. അത് നമ്മൾ തന്നെ ഇതിനെ കൺസീവ് ചെയ്യാൻ ഒരുപാട് സമയം ഞാൻ എടുക്കാറുണ്ട്. എനിക്കൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. ഇപ്പൊ ഇന്ന് കേൾക്കുന്ന ഒരു കഥ ഞാൻ നാളെ ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് 5 ആഡ് ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. സിനിമ അങ്ങനെയല്ലല്ലോ. സിനിമ കുറെ കൂടെ ഷെൽഫ് ലൈഫ് ഉള്ള സംഗതിയാണെന്ന് വിശ്വസിക്കും. അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സിനിമ 50 വർഷം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ അതിനോട് സെൻസിയറിറ്റി കാണിക്കേണ്ട ആള് ഡയറക്ടറാണ്. ആ ഡയറക്ടർക്ക് പാളിയാൽ, കാരണം ഓരോ സമയത്തും ഓരോ കഥാപാത്രങ്ങളും നായകന്മാരെന്നല്ല ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് ചോദ്യമുണ്ട് സെറ്റിൽ. ആ ചോദ്യം എല്ലാവരും കേൾക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ കൃത്യമായ ഒരു മറുപടി പറയാൻ ഒരു ഡയറക്ടർക്ക് സാധിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. അത് പഠിക്കാൻ ഞാൻ എടുക്കുന്ന സമയമാണ്. അതിന് കുറെ ടൈം എടുക്കുന്നു. പിന്നെ കൂട്ടായ ആലോചന ഉണ്ടാവുമല്ലോ എന്തായാലും അല്ലെ? യാസിഫ് ഒരു ഭാഗ്യ നടനായിട്ടാണ് കയ്യിലുള്ളത്.
അതായത് ഭാഗ്യനാട്ടം, എനിക്ക് അങ്ങനത്തെ ടെക്നിക്കൽ ടേംസിൽ വലിയ വിശ്വാസമില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതിനപ്പുറം ഇന്ന കൂട്ടുകെട്ടിൽ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നല്ല സിനിമകൾ നമുക്ക് ഒരു സമയത്ത് തോന്നുന്ന നല്ലൊരു ഐഡിയ നല്ല രീതിയിൽ എഴുതാൻ പറ്റണം, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം, അഭിനയിപ്പിക്കുന്ന ആൾക്കാരെ ഭംഗിയായിട്ട് അഭിനയിപ്പിക്കാൻ പറ്റണം. നന്നായാൽ ഇതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഡയറക്ടർക്കാണ്. പൊളിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത് തന്നെയാണ്. ഡയറക്ടർക്ക് മാത്രമേ അതിനകത്ത് ഉത്തരവാദിത്തമുള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലേ? മോശമാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാം, പക്ഷെ നമ്മൾ കൺവിൻസിംഗ് ആയ ഒരു സംഗതിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിയാണ് ദൈവം തന്നിരിക്കുന്നത്. ആസിഫ് ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു പോയിന്റ്, വലിയൊരു പോയിന്റാണ്. സൗഹൃദമാണെങ്കിലും അതിനൊപ്പം സ്ക്രിപ്റ്റാണ് വലുതെന്ന് പറയുന്നത്. പല സ്ക്രിപ്റ്റ് ആസിഫ് ഇവിടെ വന്ന് പറയുമ്പോൾ വേണ്ടാന്ന് വെക്കുന്നു, ജിസ് പറയുമ്പോൾ വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ കഥകൾ പിന്നീട് സിനിമ ആവുമ്പോൾ എന്തെങ്കിലും രണ്ടുപേർക്കുള്ള പിന്നീട് അത് സിനിമ ആവുമ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അയ്യോ എനിക്ക് പറ്റിയ ഒരു തെറ്റാണോ അങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തിരിച്ചും തോന്നിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാതിരുന്ന് നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്, ചെയ്യാമായിരുന്നു എന്നും തോന്നിയിട്ടുണ്ട്. പലതും ആയിട്ടുമില്ല സിനിമ. എല്ലാ തരത്തിലുള്ള ഉത്തരങ്ങളും കിട്ടി. തരത്തിലുള്ള ഉത്തരവും പലതും ആയിട്ടുമില്ല അല്ലേ? അതാണ് എന്റെ സത്യം. ഇപ്പൊ ഞങ്ങൾ വേണ്ടെന്ന് വെച്ച ഒരു സിനിമ ഇപ്പൊ റൈറ്റ് നൗ തിയേറ്ററിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടും വേണ്ടെന്ന് വെച്ചാൽ കോമ്പിനേഷൻ കോമ്പിനേഷൻ ബിജുവേട്ടൻ ആസിഫ് നടന്നോണ്ടിരിക്കല്ലേ? മനസ്സിലായി. അത് ഇപ്പൊ എങ്ങനെ തോന്നുന്നു? ഒന്നുമില്ല, സന്തോഷം. നമ്മള് വേറെ സിനിമ ചെയ്തില്ലേ? അതെ, അതിന്റെ തൊട്ട് പിറ്റാഴ്ച വരുവാണ് നമ്മുടെ സിനിമ അല്ലെ? അതല്ല നമുക്ക് വിധിച്ചത് നിങ്ങൾ നമ്മൾ കൂട്ടിയാൽ മതി അല്ലേ? അതെ, ഇല്ല, അതായത് ഇപ്പൊ നമ്മൾ പറയില്ല, ഓരോ അരമണിയിലും അത് ചെയ്യേണ്ട അവര് ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ശരി എന്നുള്ളത്. സിനിമ പെട്ടെന്ന് ഉണ്ടാകുകയാണല്ലോ അല്ലെ? നമ്മൾ ആലോചിക്കുമ്പോ തന്നെ സിനിമ ഉണ്ടാവും. കഥകൾ വരെ മോശം പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇരിക്കുന്നത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സിനിമകൾ പെട്ടെന്ന് ഉണ്ടാകുന്നു അല്ലെ വിചേട്ടാ? ആ സിനിമകൾ ഉണ്ടാകുന്ന ഏത് രീതിക്കാന്ന് നമുക്കറിയാൻ പറ്റില്ല. ഈ തലവൻ സിനിമ, ഈ കഥ കേട്ടപ്പോൾ ബിച്ചേട്ടൻ പറഞ്ഞല്ലോ, എനിക്ക് കഥയോടുള്ള ഇഷ്ടമാണ്, ഇതിനോടുള്ള താല്പര്യമാണ്, ഈ സിനിമയ്ക്ക് വാക്കുകൊടുക്കുമെന്ന് പറയും. ഓരോ കഥകൾ കേൾക്കുമ്പോഴും ബിച്ചേട്ടന് ഓരോ കഥകൾ കേൾക്കുമ്പോൾ മാറി മാറി ചിന്തിക്കണം. നമുക്ക് ഈ സിനിമ വേണോ മറ്റേ സിനിമ വേണമെന്ന് ചിന്തിക്കാണ്ട് ഏതെങ്കിലും സിനിമ വേണ്ട എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വേണ്ട എന്ന് വെക്കുന്നു, പോകുന്നു, നമ്മൾ വീണ്ടും തിരിച്ച് ആ സിനിമയിലേക്ക് വരുന്നു. ഒരു സംസ്ഥാന അവാർഡ് വാങ്ങിയതിന് ശേഷം വീണ്ടും കൂടെ ഒരു റെസ്പോൺസ് കൂടുമല്ലേ ചെയ്ത ബിച്ചേട്ടന്? റെസ്പോൺസിബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഞാൻ സെൻസ് ഇതിപ്പോൾ ഞാൻ എനിക്ക് ഒറ്റക്കിടന്ന് ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമ ആബ്സല്യൂട്ട് ടീം വർക്കാണ്. അപ്പോൾ ആ സിനിമയിലെ എല്ലാ ഘടകങ്ങളും ചേർന്നു. അപ്പോൾ നമ്മുടെ അഭിനയവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതൊരു ബാധ്യതയാണെന്ന് നമ്മൾ പറയില്ല, പക്ഷെ നമുക്ക് ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പം ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ ബെറ്റർ ആവണം നമ്മുടെ പെർഫോമൻസിലും സെലക്ഷനിലും എന്നൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ ശരിയോ ചിലപ്പോൾ ശരിയാവില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. കുറെ സംവിധായകരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്നും നമുക്ക് ഓർത്തിരിക്കണമെങ്കിൽ എല്ലാ സംവിധായകരും നമ്മുടെ മാസ്റ്ററാണ്. എങ്കിലും പെട്ടെന്ന് പറയാൻ പറയുകയാണെങ്കിൽ ഒരു സംവിധായകന്റെ പേര് ആരെ പറയാൻ പറ്റും വിചാരണ? നമ്മൾ അങ്ങനെ പറയാൻ ഇങ്ങനത്തെ ഒരു വേദിയിൽ പറയാവുന്നൊരു കാര്യമില്ല. കാരണം ഇപ്പൊ ഒന്ന് പറഞ്ഞ വേറെ ആൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അത് ചോദ്യത്തിൽ നിന്ന് ഒഴിവാവാണ്. തീർച്ചയായിട്ടും ആ ടെക്നിക്ക് പരമായിട്ട് വേണം. ജിസ് ജോയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ജിസ്സോയുടെ സിനിമ നമ്മൾ ചെയ്തത്. ജിസ്സോയുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്, ജിസ്സോയുടെ സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. ജിസ് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ജിസ് ഈ പാറ്റേൺ ആണോ ഞാൻ ചോദിച്ചപ്പോൾ ജിസ്സിന് അതിൽ വേറൊരു രീതിയിൽ ചെയ്യണമെന്ന് തോന്നി. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആണ്. ഞാൻ ഈ സിനിമ ചെയ്തു വെച്ചിട്ട് നമ്മൾ ഇരുത്തി പറയുന്നില്ല. സിനിമ വളരെ ടഫ് ജോബാണ്. ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമുള്ളൊരു സ്ക്രിപ്റ്റ് അല്ല അത്. ഇച്ചിരി കുറെ ആസിഫായിട്ട് 4-5 സിനിമകളായി അല്ലെ? ഇത് 5ാമത്തെ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ആസിഫെ? 5ാമത്തെ സിനിമയാണ്. ആസിഫിനോട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആസിഫ് പല സിനിമകൾ ചെയ്യുന്നുണ്ട്. ആസിഫ് എന്നും ഞാൻ കാണുന്ന കാലം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ആസിഫ്. അതിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു വേഷം വന്ന് എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് മാത്രമേ ഒരു ചെറിയ ഗസ്റ്റ് റോൾ ചെയ്തപ്പോഴും ഒരു ചേഞ്ചിങ് ആസിഫിന് വേണമെന്ന് ബിജുചേട്ടന് ഒരു അനിയൻ എന്ന നിലയിൽ ചിന്തിച്ചിട്ടുണ്ടോ? ചേഞ്ച് വേണം എന്നുള്ളതല്ല, എനിക്കിപ്പോൾ ഫീൽ ചെയ്തൊരു പ്രൊഫഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ആസിഫിനുണ്ട്. ഇപ്പോൾ മുമ്പില്ലാത്ത ഒരു ചൈൽഡിഷാണ് കുറച്ച് എന്ന് മാറി. പക്ഷെ വളരെ എനിക്ക് തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടാണ്. അന്നൊരു ഓളത്തിന് ഇങ്ങനെ സിനിമകൾ ഇങ്ങനെ ചെയ്തൊരു രസത്തിനാണെന്ന്. പക്ഷെ പിന്നെ സിനിമ വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ സബ്ജക്റ്റ് കേൾക്കുന്നതാണെങ്കിലും അതിനുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് സിനിമ അദ്ദേഹം കാണാൻ തുടങ്ങി. എൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് വരുന്നതുകൊണ്ട് കൃത്യമാണ് കേട്ടോ. പിന്നെ ഉറപ്പായിട്ടും നമ്മളും കാണുന്ന ആസിഫ് ഇപ്പോഴത്തെ സെലക്ഷൻ, പണ്ട് നമ്മളും സംസാരിച്ച എല്ലാ സിനിമയിലും കൈ കൊടുത്തു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് സിനിമ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വലുതായിരുന്നല്ലോ. ആസിഫ് വരുന്നത് തന്നെ അങ്ങനെ സിനിമ അഭിനയിക്കുന്ന ആഗ്രഹത്തിലാണ്. അതിൽ നിന്ന് മാറിയപ്പോൾ
ഒരു സെലക്ഷൻ ഗംഭീരമാവുന്നുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ ആസിഫ്? അല്ല, ഗംഭീരമാവുന്നുണ്ടെന്നൊന്നുമല്ല. നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അത് അഭിനയമോ സിനിമയോ മാത്രമല്ല, ഏതും ആയിക്കോട്ടെ. ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇന്റർവ്യൂ എന്തായിരുന്നു അല്ലേ? അതെ അതെ ഇപ്പൊ ഇത്രയൊക്കെ ചോദിക്കാൻ പഠിച്ചില്ലേ? അതെ അതെ ആസിഫ് ഇത്രയൊക്കെ പഠിച്ചില്ലേ? ഒരു മാറ്റമില്ലാത്ത ഇത് എനിക്ക് മാത്രം. എങ്ങനെയാണ് ചേട്ടാ? അല്ല, അങ്ങനെയല്ല. അന്നും നല്ലായിരുന്നു അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാ? അല്ല ഞാൻ അതാണ് നല്ല പോസിറ്റീവായിട്ട് കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. എടുത്തുള്ളൂ. ഫസ്റ്റ് ഇന്റർവ്യൂ അടിപൊളിയാന്ന് ചേട്ടൻ പറഞ്ഞു. അതെ, നല്ല രീതിയിലാണ്. അല്ല അല്ല ഇപ്പൊ ഞാൻ സിനിമ പഠിച്ചു വന്ന ഒരാളല്ല, ഒരിക്കലും അല്ല. ഞാൻ സിനിമ മനസ്സിലാക്കി വന്ന ഒരാളുമല്ല. ഞാൻ സിനിമയിൽ വന്നിട്ടാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒന്നുമല്ല ഇവിടെ നടക്കുന്നതെന്നും ഞാൻ ആഗ്രഹിച്ച പോലെ അല്ല സിനിമയെന്നും ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഈ ഇപ്പം ഓൾമോസ്റ്റ് 14 വർഷം കഴിഞ്ഞു. അത്രയും സമയം കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ എൻ്റെ ചുറ്റും ഞാൻ കണ്ടതും മനസ്സിലാക്കിയതും ഒക്കെ ഉണ്ടായതാണ്. അപ്പം സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ അതേ പ്രായത്തിലുള്ള ആളുകൾ സിനിമ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബോധപൂർവമല്ലാത്ത കുറേ മാറ്റങ്ങൾ ഗ്രാജുവലി എനിക്കും വന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ആസിഫ് പറഞ്ഞപ്പോഴാണ് അന്ന് ഞാൻ എടുക്കുന്ന ഇന്റർവ്യൂ ഒത്തിരി വ്യത്യാസമാണ്. അതുപോലെ ഞാൻ അന്ന് കാണുന്ന ഞാനല്ല തമാശല്ല, ഞാൻ അന്ന് കാണുന്ന ആസിഫിനെ ഇന്ത്യ വിഷനിൽ കാണുന്ന ആസിഫിനെ ഏറ്റവും ആദ്യമൊക്കെ ക്യാമറ വെച്ച ഒരാളാണ് ഈ പുറകെ ഇരിക്കുന്നത്. അന്ന് ഇന്ത്യ വിഷൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ, ഞങ്ങൾ ഡെയിലി കാണുന്ന ഒരാളാണ്. ആസിഫ് ഒരിക്കലും സിനിമയിലേക്കല്ല, ഒരു ആങ്കറായിട്ട് വന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അത് നമ്മളൊരു കഴിവും നമ്മൾ ഇത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. ആഗ്രഹങ്ങളാണ് നമ്മളെ ഇവിടം വരെ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ ആഗ്രഹങ്ങൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തും കിട്ടും എന്നുള്ളതാണ്. ആഗ്രഹിക്കാതിരുന്നാൽ നമ്മൾ ഒന്നും കിട്ടില്ല. അങ്ങനെയല്ല തന്നെ. കാരണം ഞാൻ ഇന്ത്യ വിഷനിൽ പോയതിനു ശേഷമാണ് അവിടെ ഇന്ത്യ വിഷനിൽ വന്നു കൂടിയത് അല്ലേ? കേരളത്തിൽ നേരെ ഇന്ത്യ വിഷനിൽ വന്നു. അന്ന് ആസിഫ് സൂര്യ തന്നെയാണ് ഫുള്ള്. ഞാൻ സൂര്യ എന്ന് പറഞ്ഞ വേറെ ചാനൽ പ്രോഗ്രാം ചെയ്തിട്ടില്ല. കിരണിലല്ല പ്രോഗ്രാം ചെയ്തത്, സൂര്യയും അത് മാത്രമേ ഞാൻ ഷോസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പുറത്ത് ചെയ്തിട്ടേ ഇല്ല, ഷോസ് ചെയ്തിട്ടേ ഇല്ല. ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടായിരിക്കാം? സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിറങ്ങിയ ആളാണ്. അവിടെ വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല, അല്ല പണിയൊക്കെ വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് തോന്നിയപ്പോ പിന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ജോബ് അല്ല, അതിൽ തന്നെ പുറത്താക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. അല്ല, തിരിച്ച് നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് സിനിമയെ സമീപിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആസി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണകൾ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് സിനിമയെക്കുറിച്ചുള്ള അറിവുകൾ ഞാനന്ന് അവിടെ നിന്ന് സിനിമ ഇതിലേക്ക് വരുമ്പം അബൂ സലീം ക മാത്രമാണ് അന്ന് വയനാട്ടിൽ നിന്ന് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള്. ശരചന്ദ്രൻ മേനോൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഫുൾ ടൈം കൊമേഴ്ഷ്യൽ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് ശരചന്ദ്രൻ മേനോട് വളരെ കുറച്ച് സീരിയസ് സിനിമകളും അത്തരം സമീപനം നമ്മൾ ആക്ടർ എന്ന രീതിയിൽ നമ്മൾ അന്ന് എപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നവരെയാണല്ലോ നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം മാത്രം ഉണ്ടായിരുന്നു. ഇപ്പം ബേസിലും ഈ പറഞ്ഞ പോലെ മിഥുൻ മാനുവൽ തോമസ്, സണ്ണി വൈൻ, ഒരുപാട് പേരുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പം നമ്മൾ ചാനൽ പരിപാടികളായിട്ടൊക്കെ നിൽക്കുമ്പം നമുക്കിതിനെപ്പറ്റി യാതൊരു മുൻധാരണകളില്ല. ധാരണ ഉള്ളത് ശരിയായിരുന്നില്ല നമ്മൾ വരുമ്പോൾ. അപ്പം നമ്മൾ അത് പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ആ പരിപാടി അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സിനിമയോടുള്ള പാഷൻ കൊണ്ട് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വന്നു. നമ്മൾ സിനിമകൾ പ്രൊഡക്ഷനിലെ സിനിമകൾ ചെയ്തു തുടക്കത്തിൽ. പിന്നീട് അരുൺ നാരായൺ പ്രൊഡക്ഷൻസിൽ സിനിമകൾ വന്നു. അങ്ങനെ പ്രൊഡക്ഷൻ ഇപ്പം വീണ്ടും അടുത്ത സിനിമ റിലീസാകാൻ പോകുന്നു. സിനിമയോടുള്ള പ്രിയമാണ്, സിനിമയോടുള്ള പ്രണയം. അത് ഏത് മേഖലയിലാണ് നിൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും അങ്ങനെയാണ് സിനിമയോട് ഇഷ്ടപ്പെടുന്നവർ വരുന്നത്. ഇത് മറ്റ് കുറേ കഥാപാത്രങ്ങളുണ്ട് അല്ലേ? എനിക്കൊന്നൊരു ഫ്ലാറ്റിലും പിന്നെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കഥാപാത്രങ്ങളുണ്ട്. ഇതിനെന്തായാലും ഏറ്റവും വലുത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കണമെന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയാണ്. കാരണം ഇത്തരം അന്വേഷണം സബ്ജക്റ്റിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രീതിക്ക് തിയേറ്ററിൽ നമ്മൾ പിടിച്ചിരുത്തേണ്ടതാണ്. അതൊക്കെ ചെയ്തിരിക്കുന്ന ദീപക് ദേവ് ആണ് ചെയ്തിരിക്കുന്നത്. ദീപക് ദേവ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ബൈസിക്കിൾ തീവ്സ്, രണ്ടാമത്തെ സൺഡേ ഹോളിഡേയും അദ്ദേഹമായിരുന്നു. ഇപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ദീപകിൻ്റെ ഈ പറഞ്ഞ ലൂസിഫറിലേക്ക് വർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. 7th ഡേയിൽ പുള്ളി കൊടുത്തിരുന്ന സ്കോർ, പിന്നെ ദീപകിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദീപക് സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ദീപക് ആ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒത്തിരി പേര് ആ ഫസ്റ്റ് പാട്ട് വിട്ടപ്പോഴും ട്രെയിലർ വിട്ടപ്പോഴൊക്കെ ദീപക് ദേവിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും വളരെ എന്താ പറയുക സീനിയറായിട്ടുള്ള നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണെങ്കിലും നമ്മൾ അതിനെ സീനിയറായിട്ടാണ് കാണുന്നത്. ദീപക് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക്. മറ്റാർട്ടിസ്റ്റുകൾ മറ്റത് ഈ പറഞ്ഞ പോലെ ദിലീഷ് പോത്തിന് ഉടനീളം ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്.
ഉടനീളം. അതുപോലെ കോട്ടയം നസീർക്ക, ജാഫർ ഇടുക്കി, അനുശ്രീ, മിയ, രഞ്ജിത്തേട്ടൻ നല്ലൊരു വേഷം, ക്യാമിയോ അപ്പിയറൻസ് ആണെങ്കിലും, പിന്നെ അതുപോലെ ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ അങ്ങനെ കുറേ ആളുകളുണ്ട് ഈ സിനിമയിൽ. അരുൺ അരുൺ നാരായൺ എന്താ പറയാത്തത്? ഞാനത് എന്താ പറയാത്തത് ഞാൻ ഓർമ്മപ്പെടുത്തുക. എന്താ പറയാത്തത്? അല്ല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അരുണുണ്ടല്ലോ, നല്ല വേഷത്തിലെത്തുന്നുണ്ടല്ലോ. വിച്ചോട്ടെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു യാത്രയൊക്കെ പോയിരുന്നു, കുറെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യുന്നു, കുടുംബമായിട്ടൊരു യാത്രയൊക്കെ ചെയ്തതല്ലേ? അത് വളരെ ചുരുക്കം സമയം കണ്ടെത്തി പോയാന്ന് തോന്നുന്നു. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അത് മോൻ്റെ എക്സാം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, എക്സാം കഴിഞ്ഞിട്ട് ഒരു ഔട്ടിങ് ആവശ്യമാണെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു യാത്ര പോയി 4 ദിവസം. സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ല അല്ലേ? ആരെ? ഞങ്ങളുടെ ചേച്ചീനെ കൊണ്ടുവരോ? എത്ര കറക്റ്റ് ആയിട്ടാ ചോദിച്ചു വന്നത്. അന്ന് കൊണ്ടുവരോ? അത് ഞാൻ പറ്റും, അത് ഞാൻ മാത്രം എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ല, അത് അവർക്കും കൂടെ എന്നും ഇത് തന്നെ പറയണം, എന്നും ഇത് തന്നെ പറയണം. അപ്പൊ ഇനി ഇത് അവരോട് ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കൊരു ഒരു ഇന്റർവ്യൂ ഒപ്പിച്ചോ? എന്തൊക്കെ നടക്കുന്നു ഇതിനിടെ കൂടെ? ഇങ്ങനെ ഒരു ചോദ്യം അല്ല, ഹൈദരാലിയുടെ ഭയങ്കര നമ്മൾ ഭയങ്കര നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു പോയിന്റ്, നിങ്ങളുടെ ഒരു ഡിപ്ലോമസി ഭയങ്കരമാണ് അല്ലെ? ചില കാര്യങ്ങൾ ഇപ്പോ ഈ ചില ആൾക്കാർക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഹൈദരാലി അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, മനസ്സിലാക്കണം. ഇല്ല, ചോദ്യം ഞാൻ ഒരുപാട് മറുപടി പറഞ്ഞ അതുകൊണ്ടാട്ടെ. അപ്പൊ എനിക്ക് അതിലേക്ക് ഒരു ഇന്റർവ്യൂ ഒരു ഞാൻ ഇന്റർവ്യൂ പൊക്കോളാം കേട്ടോ. ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അല്ല, ചോദിക്കാൻ പറയാൻ പറ്റില്ലല്ലോ, ചേച്ചിയോട് കൂടെ ചോദിക്കണ്ടേ? അപ്പം നമുക്ക് പേടിച്ച് സംസാരിച്ചാൽ സംസാരിച്ചേട്ടാ എന്തൊരു എവിടം വരെ എന്ത് മനോഹരമായി കേട്ടോ. ഹൈദരലി ഒരു പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം പൊക്കോ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കുഴപ്പിക്കല്ല, ചോദ്യങ്ങൾ കുഴപ്പിക്കലെന്ന് മാത്രം പറഞ്ഞ് എന്നെ വിടുന്ന തോന്നണം ആസിഫെ. വിടും എന്നുള്ളത് തൃശ്ശൂർ സൈഡിൽ തന്നെ ഒരു സ്ഥലം സെറ്റ് ചെയ്ത് ടൗണിൽ കുറച്ച് ദൂരം അല്ലേ, ഒരു ചെറിയ ദൂരത്തിൽ ഇത് ഞാൻ ചെയ്തിരിക്കും ചേട്ടാ, വെല്ലുവിളി ഏറ്റെടുക്കുന്നു അല്ലേ? അങ്ങനെയാണല്ലോ നമുക്ക് ആളുകളെ ഒന്ന് അല്ലേ, ആളുകളുടെ മുമ്പിൽ ചേച്ചിക്ക് പറയാനുള്ളത്, ഞാനിങ്ങനെ സിനിമയൊക്കെ ഇപ്പൊ ചെയ്യുന്നില്ല എന്നൊക്കെ ചേച്ചിയുടെ വായിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, അതെ, ഇനി എനിക്ക് ആ സ്വപ്നമായിട്ട് മുന്നോട്ട് പോകാലോ അല്ലേ? വായിന്ന് കേൾക്കും എന്നുള്ളതിന്റെ അകത്ത് ഇന്റർവ്യൂ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഈ തലവൻ എന്നൊരു പേര് അല്ലെ, നമ്മൾ തലവര എന്നൊക്കെ പറയുന്നത്, തലവൻ എന്നൊരു പേര് കേട്ടപ്പോൾ എന്താണ് ആസിഫിന് തലവൻ എന്നൊരു പേര് ആണ്? തലവൻ ശരിക്കും നമ്മൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പേരിലേക്ക് എത്തുന്നത്. കാര്യം ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് പേരുകൾ മനസ്സിൽ വരികയും ഒരുപാട് പേരുകൾ ഞങ്ങൾ ഫൈനൽ ചെയ്യുകയും പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഒരു ദിവസം വളരെ സർപ്രൈസിംഗ്ലി ആണ് അരുണും ജിസും കൂടെ തലവൻ എന്നുള്ള പേര് ഇത് ടൈറ്റിൽ ഫോണ്ട് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പേര് ഈ സിനിമയ്ക്ക് ഇല്ല എന്ന് തോന്നി. ജിസ് ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞു, ഒരുപാട് നമ്മൾ ഈ തലവൻ എന്ന് പേര് കേട്ടപ്പോൾ നമ്മളെല്ലാവരും ഓർത്ത് ഇതിനു മുന്നേ സിനിമകൾക്ക് ഇത് വന്നിട്ടുണ്ടാവാം, ആരെങ്കിലുമൊക്കെ ഇതിന് ഇട്ടിട്ടുണ്ടാവും എന്ന് ഓർത്തു. പക്ഷെ തലവൻ എന്നുള്ള പേര് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു റിയലൈസേഷൻ ആയിരുന്നു. അത് പെട്ടെന്നാണ് അങ്ങനെ ഒരു പേര് എല്ലാ ഫോണ്ടും സെറ്റ് ചെയ്താ കൊണ്ട് കാണിക്കുന്നു. അതെ, കാര്യം ഈ തലവൻ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയ്ക്ക് മറ്റൊരു പേര് വേണം എന്ന്, ഇപ്പൊ നമ്മൾ ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ പേര് ഇട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു പേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്രയും കാത്തിരുന്നത് ഈ പേരിനല്ല, കുറച്ചും കൂടെ നല്ല പേര് കിട്ടും എന്ന് നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് പക്ഷെ ഈ പേര് കിട്ടുന്നത് വരെ ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആ സമയം വരെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ടൈറ്റിലുകൾ രണ്ടുപേർക്ക് അയച്ചു കൊടുക്കും. ഞങ്ങൾ കൂട്ടായ ഡിസ്കഷൻ. അപ്പൊ ജിസ് ആസ് എ ഡയറക്ടർ ജിസ് തീരുമാനിക്കുന്നു, അത് നമ്മൾ അങ്ങനെയല്ല. ജിസ് ഭയങ്കര ഓപ്പൺ ടു ഡിസ്കഷൻ ആണ്. അത് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ടൈറ്റിലുകൾ വന്നു. ചില ടൈറ്റിൽ ജിസ്സിന് ഭയങ്കര ഇഷ്ടമാവും, എനിക്കത് ഓക്കെ ആവാൻ വരും. അപ്പം എനിക്കും കൂടെ ഓക്കെ ആവാൻ സാധനം ഇവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്കത് കേൾക്കുമ്പോൾ അത് മതിയോ എന്ന് ചോദിക്കുന്ന അവസ്ഥകളുണ്ടാവും. അങ്ങനെ ഒരുപാട് ടൈറ്റിലുകൾ വർക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത്. ഇതിലേക്ക് എത്തിയപ്പോൾ ആദ്യം സംശയം വന്നത് തലവൻ എന്ന ടൈറ്റിൽ വന്നപ്പം ഇത് വന്നിട്ടുണ്ടാവില്ലേ, ഇത് നമുക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള വാക്കാണ്, ഉറപ്പായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്തപ്പം അതില്ല. അങ്ങനെ ടൈറ്റിൽ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ ജിസ് പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ പോലീസ് എന്ന് പറയുമ്പം ഹൈറാർക്കി ആണല്ലോ. ഇപ്പം നമ്മൾ കോൺസ്റ്റബിൾ മുതൽ അതിന് CI അല്ല SI ഉണ്ട്, CI,
പിന്നെ അതിന് ഡിവൈസ് അങ്ങനെ ആ ഒരു ഹൈറാർക്കിയുടെയാണ്. തൻ്റെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് ആര് എന്നതാണല്ലോ പോലീസിനെ സംബന്ധിച്ചിടപ്പം. തലവൻ എന്ന് പറയുന്നത് അതാണ്. ഒരു പോലീസ് സ്റ്റോറി പറയുമ്പം പിന്നെ പ്രത്യേകിച്ചും ഈ കഥയ്ക്ക് അതിലും നല്ലൊരു ടൈറ്റിൽ കിട്ടാനില്ല എന്ന് യുനാനിമസ് ആയിട്ടൊരു തോന്നൽ വന്നു. എല്ലാവരും ഓക്കെ പറഞ്ഞു. എല്ലാവരും ഒറ്റയടിക്ക് ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കേട്ടപ്പോൾ ഓക്കെ തോന്നിയില്ലേ? പിന്നെ തീർച്ചയായിട്ടും അതാ ഈ പേരിലൊരു നമുക്ക് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് നമ്മുടെ മുകളിലിരിക്കുന്നതാണല്ലോ തലവൻ. നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഈ പേരെന്താ മുമ്പ് വരാതിരുന്നതാണ് നമ്മളെ ഞെട്ടിച്ച്. നമ്മളെല്ലാം വന്നിട്ടുണ്ടാവുന്നതാണ്. അല്ല ആദ്യമായിട്ടാണ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇപ്പം നമ്മള് ഭയങ്കര യൂസ് ചെയ്യുന്ന വാക്കാണല്ലോ, നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള, നമുക്ക് വളരെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിന്റെ തലവനാരാന്ന് ചോദിക്കുന്ന ഒരു സംസാരമുണ്ടല്ലോ, കോമൺ ആയിട്ടുള്ള സംസാരത്തിലും വരുന്നത്. പക്ഷെ ഈ പേര് ഇതുവരെ വന്നിട്ടില്ല. വെച്ചിട്ട് ഇപ്പൊ നല്ല സിനിമയുടെ നല്ലൊരു കാലമാണ് അല്ലേ. സിനിമയെല്ലാം നല്ല രീതിക്ക് വിജയിച്ച് ഒരു സമയത്തുണ്ടായിരുന്ന പിന്നീട് ഇരുന്നു പോയ സിനിമകൾ ഇപ്പൊ എല്ലാ സിനിമകളും ഹിറ്റടിച്ച് പോവാ. ലോക സിനിമയിലേക്ക് മലയാള സിനിമ എത്തിയിരിക്കുകയാണ്. ലോക സിനിമയിൽ മലയാള സിനിമ ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഭയങ്കര അഭിമാനമാണ് സിനിമാ പ്രേമികൾക്കും അതോടൊപ്പം സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും, അണിയറ പ്രവർത്തകർക്കൊക്കെ. അത്തരമൊരു കാലഘട്ടം ഇനി നിലനിർത്തി പോകാൻ ഒരു ബീച്ചേട്ടൻ ഒരു ആളെന്ന നിലയിൽ, ഒരു പ്രേക്ഷക നിലയിൽ അത് നിലനിർത്തി പോകാൻ നമ്മൾ എന്തൊക്കെ നോക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബീച്ചേട്ടാ? ഒരു പ്രേക്ഷക നിലയിൽ ഒരു ആക്ടറെ മാറ്റി നിർത്തുക. പക്ഷെ നമ്മൾ അപ്ഡേറ്റഡ് ആവണമെന്ന് പറയില്ലേ. നമ്മൾ മറ്റിറങ്ങുന്ന സിനിമകളിലും മറ്റു ഭാഷയിൽ ഇറങ്ങുന്ന സിനിമകളും എല്ലാം നമ്മൾ കണ്ട് ഇത് ഒരു സമയമാണ്. ഇപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഫീൽ ഗുഡ് സിനിമ എന്ന് തോന്നും, കുറേ സമയത്ത് റിയലിസ്റ്റിക് ഉണ്ടാവും, എല്ലാത്തിനും ഒരു ബോർഡം ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് വേറൊരു ഓണം. ഇപ്പോൾ ആൾക്കാർക്ക് തിയേറ്ററിൽ വന്നിരുന്ന് സിനിമ ആസ്വദിക്കാനാണ് ഇഷ്ടം സിനിമ. അപ്പോൾ അത്തരം സിനിമകൾ ഇപ്പോൾ ചെറിയ സിനിമകളിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഗ്രാൻഡിയർ സിനിമകളിലേക്ക് വന്നു. ഇപ്പോൾ തലവൻ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ആസ്വദിക്കേണ്ട ആ ഒരു 2.5 മണിക്കൂറുള്ള ഒരു മാജിക് ഉണ്ട് ആ സിനിമ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ സീൻ കഴിയുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്, അടുത്തത് ഒരു ആകാംക്ഷ. അത് നിലനിർത്തി പോകുന്ന സിനിമയ്ക്കാണ്. ഇപ്പോൾ ഇതും നമ്മളും കോമ്പറ്റ് ചെയ്യാണ്, ഇത്തരം സിനിമകളോട് നമ്മൾ കോമ്പറ്റ് ചെയ്യാണ്. നമ്മൾ പ്രേക്ഷകർ മുമ്പിൽ സിനിമകളാണ്, പ്രേക്ഷകരാണ് അത് വിലയിരുത്തേണ്ടത്. നമ്മളൊരു മോശം സിനിമ എടുത്തിട്ട് നമ്മളിവിടെ വന്നിരുന്നതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് 100% സിൻസിയറായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ ബുദ്ധികളിൽ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ വിശ്വാസം. തീർച്ചയായിട്ടും ആ വിശ്വാസമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ വിശ്വാസം മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥന തീർച്ചയായിട്ടും. ആസിഫിന് ഒത്തിരി റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി റോളുകളാണ് ആസിഫിന്. എന്തായാലും ആസിഫിൻ്റെ പ്രായം ചെറുതാണ്, കാണുമ്പോഴും ഇപ്പോഴും കാണുന്ന അതേ ആസിഫ് തന്നെ, അന്ന് കണ്ട ആസിഫ് തന്നെയാണ്. കുറേ ക്യാരക്ടർ മനസ്സിലുണ്ടാവില്ല ആസിഫിന്. അത്തരം ഒരു ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതാണ്, ഞാൻ ഇതൊന്ന് ഫലിപ്പിക്കണം, അങ്ങനെ ഒരു വാശിയുള്ള ഒരു ക്യാരക്ടർ നമുക്ക് ജീവിതത്തിൽ വാശിയുണ്ടാവും. അങ്ങനെ കുറേ ഒരുപാടുണ്ട്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറേ ഇനിയും ചെയ്യാനുണ്ട്. ഇപ്പം എനിക്ക് പണ്ട് പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു. എൻ്റെ ഒരു വലിപ്പവും അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ചേരില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് ഗ്രാജ്വലി അത് ഓവർകം ചെയ്തു. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി, നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യുകയും അത് നിങ്ങൾക്ക് അതൊരു അയ്യോ അത് പോരായിരുന്നു കേട്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇതെനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ല അത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയില്ല, നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മറ്റ് ഭാഷകളിലേക്കുള്ള ഒരു ചേക്കേറൽ എങ്ങനെയാണ്? മറ്റു ഭാഷകൾ എനിക്ക് ചെയ്യണം ഉണ്ട്, ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ അങ്ങനെയുള്ള ഓഫേഴ്സ് വന്ന സമയത്തൊക്കെ അതിനേക്കാളൊക്കെ മികച്ച മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ മികച്ച സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പേടിയുണ്ട് എനിക്ക് അന്യഭാഷയിൽ പോയി ചെയ്യാൻ. കാര്യം നമ്മുടെ ഈ മദർ ടങ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ, ആ ഈസിനെസ് എനിക്ക് അന്യഭാഷകളിൽ കിട്ടുമോ എന്നുള്ളൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പം അത് ഓവർകം ചെയ്യണം. ഞാനങ്ങനെ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിയുള്ള ഒരാളല്ല. അപ്പം എനിക്ക് ഈ ഭാഷ പഠിച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പം അത്രയും എഫേർട്ടും കൂടെ ഞാൻ വെറുതെ ഇടുന്ന പോലെ എനിക്ക് ഒരു പേടിയുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഈ പോലീസ് വേഷത്തിൻ്റെ പേടി മാറിയ പോലെ ചിലപ്പോൾ ഈ ഭാഷാ പ്രശ്നം മാറുമ്പോൾ അത് സംഭവിക്കും. വിചാരം ഇപ്പം തമിഴെണ്ണം അടിച്ചു പൊളിച്ച് അല്ലേ. എൻ്റെ ആണല്ലോ ഒരു മുറിവ് അതിൻ്റെ അവിടെ പറഞ്ഞ കേട്ടത്. ചുമ്മാ അല്ല ആ ഒരു ധൈര്യം ആസിഫിന് കൊടുക്കാവുന്നുണ്ട്. ബീച്ചറിനൊക്കെ ഇപ്പം തമിഴ് ചെയ്തുകൊണ്ടിരിക്കുക, ധൈര്യമായിട്ട് പോകാന്നുള്ള അല്ലേ. അല്ല ഞാൻ ആസിഫ് പറഞ്ഞൊരു കാര്യം, നമുക്ക് ഈ ലാംഗ്വേജ് കംഫർട്ടബിൾ ആകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്കതൊരു ബാരിയറായിട്ട് ഇങ്ങനെ കിടന്ന് നമുക്ക് തന്നെ എഫക്റ്റ് ചെയ്യും ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാനൊക്കെ ആദ്യം മറ്റു ഭാഷകൾ ചെയ്യുന്നപ്പോൾ മലയാള സിനിമ അന്ന് കുറഞ്ഞ സമയങ്ങളിൽ സർവൈവൽ ആൻഡ് എക്സിസ്റ്റൻസ് എന്ന് പറയും. ഇപ്പം നമുക്ക് അന്ന് വന്നിട്ടുള്ള തമിഴ് ഓഫറുകളിൽ നമ്മൾ കൂടുതൽ നെഗറ്റീവ് റോൾസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നിർബന്ധിതനാണ്. എൻ്റെ ഒരു അന്നത്തെ ഒരു
അവസ്ഥയിൽ ഞാൻ നിർബന്ധിതനാണ് ചെയ്യാനായിട്ട്. നമുക്ക് വരുന്ന ആദ്യം നല്ല ഹാസൽ ഉണ്ടായിരുന്നു. തെലുങ്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭാഷ. തമിഴ് പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ട് നമ്മൾ ചെയ്തു. പിന്നെ ചില അവസ്ഥകളാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്, നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. അപ്പോൾ അത് ആസി സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇവിടെ തന്നെ ആസി വളരെ കംഫർട്ടബിൾ ആണ്. പ്രോജക്റ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ അത് കമ്മിറ്റ് ചെയ്ത് ചെയ്യണമെന്നേ ഉള്ളൂ. വേറെ ഭാഷ ചെയ്യുമ്പോൾ ലാംഗ്വേജ് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ട്. അത് കൃത്യമാണ്. ഇപ്പം എത്രയോ സിനിമകൾ ചെയ്ത വിജയേട്ടങ്ങൾ പറയുമ്പോൾ കൃത്യമാണ്. ആസിഫിൻ്റെ വ്യൂ കറക്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാം. അവിടെ പോയിട്ട് എന്താണെന്ന് നമുക്ക് അറിയാത്ത ഒരു സംഭവം, ലാംഗ്വേജിന്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് വീണ്ടും ആൾക്കാർ പറയുമല്ലോ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക എന്ന്. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് എന്റെ ഭാഗത്ത് ഞാൻ ഇടേണ്ടതാണ്. ഇനി ശ്രമിക്കുന്നതാണ്. ഉറപ്പായിട്ടും നമുക്ക് വേണം. നമുക്ക് ആസിഫ് അവിടെയും പോയി പിന്നിത്തിളങ്ങനെ കണ്ടിട്ട് വേണം നമുക്കൊക്കെ ഉടനെ സംഭവിക്കട്ടെ. എനിക്കും തൊടുപുഴ ടൗണിൽ കൂടെ അങ്ങ് ഇറങ്ങി നടക്കാൻ. ഇറങ്ങി നടക്കാൻ പറ്റില്ല. അല്ല, എന്റെ നാട്ടിൽ ഒന്നും കൂടെ ആസിഫ് അവിടെ ഉണ്ടെന്ന് പറയാൻ അതറിയാതെ ആസിഫ് ആസിഫിനോട് കൂടി എനിക്ക് കൊണ്ട് കിട്ടുമല്ലോ. ഇപ്പൊ പ്രധാന വിഷയങ്ങൾ കുറെ ഇപ്പം നടക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ചോദിച്ച് അവസാനിക്കാം. ഡയറക്ടർ നിൽക്കും എനിക്ക് നിർമ്മാണത്തിന്റെ അടുത്ത് രണ്ട് കാര്യം കഴിയാം. ഇപ്പം ജാതി തിരിക്കുന്നു സിനിമകളെ, വല്ലാത്ത പ്രശ്നമാണ്. നമ്മൾ കാണുന്നതല്ല സംസാരങ്ങൾ വരുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നും കലയിലല്ല ജാതി കാണേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതിന്റെ വലിപ്പം കൊടുക്കുന്നത്. നമ്മളിത് ശ്രദ്ധിക്കാൻ പാടില്ല, നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറുപടികളും ആ ചോദ്യവുമാണ് ഇതിനൊരു സ്പേസ് ഉണ്ട് എന്ന് ഇത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യത കൊടുക്കുന്നത്. നമ്മളത് അഡ്രസ്സ് ചെയ്യരുത്. അല്ലെ, എന്ത് കാര്യമുണ്ട് നമ്മളത് എടുക്കുക. അതൊരു മണ്ടത്തരമായിട്ട് മനസ്സിൽ ചിന്തിക്കരുത്. നമ്മളൊന്നും ആലോചിക്കുന്നില്ല ഇതിൽ. നമ്മളിപ്പം ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുന്നത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത്. നമ്മളൊന്നും ആ രീതി ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ ആ ചർച്ചയ്ക്ക് പോലും കറക്റ്റ് പോയിന്റ് ആണ്. നമ്മൾ അതിനെ ചർച്ച പോലും ചെയ്യരുത്. കാരണം അത്ര പോലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമല്ല അത്. അത് നമ്മൾ തൊടാൻ പാടില്ല. അതൊന്നും ഇപ്പൊ എന്തൊക്കെ നാട്ടിൽ നടക്കുന്നു അങ്ങനെ കണ്ടാൽ മതി. കേരളം എന്നൊരു സ്ഥലത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്, സംസ്ഥാനം തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടു കിടക്കുന്നു. ഒരു സംശയമില്ല എല്ലാ കാര്യത്തില്. എന്താ സംശയം? നമ്മളെല്ലാം ആഘോഷിക്കുന്നവരല്ലേ എല്ലാവരും അല്ലെ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ വേറിട്ട് കണ്ടിട്ടില്ല ഒരിക്കലും. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർ അവരുടെ അജണ്ട നമ്മള് സംസാരിക്കും. കറക്റ്റ് ആസിഫ് പറഞ്ഞ കൃത്യം പോയിന്റ്. നമ്മൾ തന്നെ ചർച്ച ചെയ്യാതിരിക്കും. അതിന് വലിപ്പം കൂടരുത്, അണ്ടർലൈൻ ചെയ്യരുത്. സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ അതിനപ്പുറത്തേക്ക് വലിപ്പം കൂടും. എക്സാക്ട്ലി, തീർച്ചയായിട്ടും. അത് ആസിഫ് പറഞ്ഞ പോയിന്റിൽ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും. എങ്കിലും ചില സ്ഥലങ്ങളിൽ പറയേണ്ടത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാറുമുണ്ട്. അത് എൻ്റെ ഫേസിൽ നിന്ന് ഞാൻ പറയാറുണ്ട്. ആരെയും അതിനകത്ത് ഉൾപ്പെടുത്താൻ എൻ്റെ ഫേസിൽ നിന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളുമാണ്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും റിവ്യൂ പോകുമ്പോഴൊന്നും വേണ്ട നമുക്ക് കേട്ടോ. നമ്മുടെ പടം ഇറങ്ങുമ്പോൾ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ കാണും. ആരുടെയും റിവ്യൂ കണ്ടിട്ട് പോകാനുള്ള നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നല്ലതാണെന്ന് തോന്നിയാൽ ഏറ്റവും അന്നത്തെ പണ്ടൊക്കെ ഉള്ള പബ്ലിസിറ്റി, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എന്നാണ് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ വന്നത് അല്ലേ? അന്നൊക്കെ കണ്ടതുപോലെ സിനിമകൾ കാണാൻ, തലവൻ കാണാൻ പ്രേക്ഷകർ വന്നം. അത് ഞങ്ങളുടെ തല വര കറക്റ്റാക്കി നിങ്ങൾ തരണം അല്ലേ? നമുക്ക് സിനിമയ്ക്ക് വിജയം ഉണ്ടാകുന്നത് അല്ല വിജയേട്ടാ? ഓക്കെ അല്ലേ? എല്ലാ സപ്പോർട്ടും തരണം. പ്രാസം കറക്റ്റ് ആയിട്ട് ഒപ്പിച്ചു. തലവൻ ഇറക്കട്ടെ, നന്നാവട്ടെ, ഞങ്ങളുടെ തലവര നന്നാവട്ടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. ഇതാണ് മനസ്സിലായില്ലേ? നമ്മുടെ തലവര നന്നാകണം. ആ തലവൻ കാണുമ്പോൾ നമ്മൾ പൈസ മുടക്കിയവരെയും അഭിനയിച്ചവരെയും ഡയറക്ടറിനും തലവര നന്നാകാൻ പോവാണ്. ആ തലവൻ ഇറങ്ങുമ്പോൾ അങ്ങനെയാ ഉദ്ദേശിക്കുക. ഇല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറയാൻ പുറത്തു. ആസിഫിന് അത്ര കിട്ടിയില്ല. ഞാൻ ഇതിന്റെ അപ്പുറത്തൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ പോവും. ഇത് ഇവിടെ നിർത്തണം. കൗണ്ടറുകളായിരുന്നു. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കൂടെ ഉണ്ടാകും. ഫസ്റ്റ് ഡേ തന്നെ കാണും. അന്ന് ഒരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ പ്രശ്നമില്ല. ഫസ്റ്റ് ഡേ തന്നെ കാണും. ഫസ്റ്റ് ഡേ തന്നെ റിവ്യൂ ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടും പറയും. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണെന്ന് ഞാൻ വിളിച്ച് നിങ്ങളെ പറയുകയും ചെയ്യും. അല്ല സോഷ്യൽ മീഡിയയിൽ പോയി അത് കൊള്ളില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളെ വിളിച്ച് പറയും. എനിക്ക് ആസിഫിനെ വിളിക്കാം, എല്ലാവരും ബിജുവിനൊക്കെ വിളിക്കാം, നിങ്ങളെല്ലാം വിളിക്കാം. ഇതാണ് കേട്ടോ എനിക്കത്
ഓഷ് ഇതിങ്ങനെ കൊള്ളാം എന്ന് പറയാം. അങ്ങനെ തൻ്റെ അടുത്തോട് പറയുക തന്നെ വേണം എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ ഹിറ്റായിട്ട് ഫാമിലി സഹിതം വന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ അതാണ്. അല്ലാതെ ഈ പോലീസ് അന്വേഷണം എന്നുള്ള ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു സിനിമ. എല്ലാം ചേർത്ത് തരുന്നു. സൂപ്പർ ആകട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു താങ്ക് യു. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.